നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു തീമാണ് ദ ഇയർ ഓഫ് ദ സൺ, പുത്രൻ്റെ വർഷം, യേശു ക്രിസ്തുവിൻ്റെ വർഷം. നമുക്കത് അനുഭവിപ്പാനും അത് അനുഗമിക്കുവാനും അനുകരിക്കുവാനും ഒക്കെ ഇടവരുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് നമുക്ക് ആ ഭാഗത്തുനിന്ന് ഒരു സ്ലൈസ്, ചെറിയൊരു കഷ്ണം ലഭിക്കേണ്ടതിനായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. I hope everyone is settled down. ആദ്യജാതനെ പിന്നെയും, ഒന്നാമത് ജനിച്ചവനെ പിന്നെയും, ശ്രദ്ധിച്ചേ, ആദ്യജാതനെ വീണ്ടും. അതിൻ്റെ അർത്ഥം ഇതിനു മുൻപ് എന്നോ ഒന്ന് അദ്ദേഹം പ്രവേശിച്ചിട്ടുണ്ട് ഈ പ്രവേശനത്തിലേക്ക്. ആദ്യജാതനാകുന്ന യേശു ക്രിസ്തുവിനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമായപ്പോൾ പിതാവാം ദൈവത്തിന് നിർബന്ധമായും മാൻഡേറ്ററിയായി താൻ ആഗ്രഹിച്ചൊരു കാര്യം, ദൈവത്തിൻ്റെ സകല ദൂതന്മാരും ആദ്യജാതനായവൻ്റെ പ്രവേശനത്തെ കാണുമ്പോൾ അവനെ ആരാധിക്കണം. പ്രൈസ് ഗോഡ്. ദാറ്റ് മീൻസ് പിതാവാം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഈ കാര്യം എന്തോ പ്രാധാന്യതയേറിയതാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ചോദ്യം: ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, അപ്പോൾ ആദ്യജാതന് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഉണ്ടായിരിക്കണം. ഗ്രാമാറ്റിക്കലി സ്പീക്കിംഗ് പിന്നെയും വരണമെങ്കിൽ ആദ്യം വന്നിരിക്കണം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കന്യക ആയ മറിയയിൽ ഗർഭം ധരിക്കപ്പെട്ട് പ്രസവിക്കും മുമ്പ് ഭൂതലത്തിൽ വന്നിട്ടുണ്ടോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഉണ്ടോ? ഉണ്ടെന്നാണ് ഇവിടെ വേദവസനം പഠിപ്പിക്കുന്നത്. ഉണ്ടെങ്കിൽ എവിടെയാണ്? ഓക്കെ, അതെല്ലാം പോട്ടെ. എന്നെങ്കിലും ഈ വേദപുസ്തകം, ഈ ഭാഗം വായിച്ചപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ചിന്തിക്കാൻ? നമ്മളൊന്ന് എബ്രായ ലേഖനം വായിച്ചങ്ങ് പോവാണ്. സ്തോത്രം. അങ്ങനെയല്ല, നമ്മൾ വാക്യം വായിച്ച് ചിന്തിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, ഉച്ചസ്ഥായിൽ അതിനെ വിളിച്ച് പറയണം, താണ സ്വരത്തിൽ പറയണം, അതിൻ്റെ ഓരോ വാക്കുകളെയും ചിന്തിക്കണം. ഇതിന് മാത്രമേ എന്തെങ്കിലും വ്യവസ്ഥ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രസംഗകരുടെ പ്രസംഗം മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞു വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ എബ്രായ ലേഖനം. ഡു യു ഹാവ് എ ക്വസ്റ്റ്യൻ? അങ്ങനെ എബ്രായ ലേഖനത്തിൻ്റെ തലക്കെട്ടിലില്ല. ദീസ് ആർ തോട്ട് പ്രൊവോക്കിംഗ് ഡിക്ലറേഷൻസ്. ഇത് നിങ്ങളുടെ ചിന്ത ഉണരാൻ വേണ്ടി, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ. മിസ് ഔട്ട് ചെയ്യരുത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മീഡിയ ഹെഡ് നമ്മളോട് പറയും, നിങ്ങളുടെ ടാഗ് ലൈൻസ് നിങ്ങൾ ചിന്തിച്ചത് എന്താണ്, നിങ്ങൾ ഹുക്കപ്പായത് ഏത് വചനത്തിലാണ്, നൽകണമെന്ന് പറയും. പലരും നൽകി, എന്നാൽ നിന്നിൽ നിന്നത് വന്നോ? അതിൻ്റെ അർത്ഥം നീ ഒരു ശ്രോതാവിനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും സ്വീകരിക്കുന്നില്ല. അല്ല, ഈ വഴി ചെവി കൂടെ കേട്ടത് ഹൃദയത്തോടെ എത്താതെ ഈ ചെവി എടുത്ത് പുറകെ പോവാണ്. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ സന്ദേശം പറയുമ്പോൾ നിശ്ചയമായിട്ട് എന്തെങ്കിലും തോട്ട് പ്രൊവൊക്കേഷൻ ഉണ്ടാകണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. നല്ല കൺഫ്യൂഷൻ നല്ലതാണ്, ഏതാണ് ശരിയെന്നറിയാൻ.
ഭിന്നപക്ഷം ഉണ്ടാകേണ്ടത് ആവശ്യം, നല്ലത് വരേണ്ടതിന്. എന്നാൽ ദ്വന്ദ്വപക്ഷം ഉണ്ടാക്കുന്ന ഒരു ദുരാത്മാവുമാണെന്ന് വേദം പഠിപ്പിക്കുന്നു. ഇടർച്ച ഉണ്ടാക്കുന്നവൻ അയ്യോ കഷ്ടം, ഇടർച്ച ഉണ്ടാകേണ്ടത് ആവശ്യം. സി, ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഭേദങ്ങളുണ്ട് ഇതിനകത്ത്, തിരിച്ചറിയണം. ഉത്തരവാദിത്തത്തോടെ വേദപുസ്തകം പഠിക്കണം. ദൈവം നമ്മളോട് ഇടപെടുന്നു എന്ന് ചിന്തിച്ച് പഠിക്കണം. നമ്മുടെ ഈ വർഷത്തെ ഇയർ തീം ദ ഇയർ ഓഫ് ദ സൺ, പുത്രൻ്റെ വർഷം. അതുമായിട്ട് ഇതിനെന്താ ബന്ധം? എങ്ങനെയാണ് പാസ്റ്റർ ഇതിനെ കണക്ട് ചെയ്യുന്നത്? ഇതെല്ലാം ചിന്തിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാനൊക്കത്തുള്ളൂ. ഒരു ക്രിട്ടിക് മെൻറ്റാലിറ്റി വേണം. നമ്മൾ വായിക്കാറില്ലേ, തിങ്ക് ലൈക്ക് എ ബർഗ്ലർ. നിങ്ങളുടെ വീട്ടിൽ കയറുന്ന കള്ളൻ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ നിങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ കള്ളനിൽ നിന്ന് രക്ഷപ്പെടാനൊക്കത്തുള്ളൂ. നിങ്ങൾ നൊമാനെ പോലെ, നോർമൽ ജനറൽ പബ്ലിക്കിനെ പോലെ ചിന്തിച്ചാൽ കള്ളൻ നിൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകും. കള്ളനെ പോലെ ചിന്തിക്കണം, എന്നാൽ നിൻ്റെ പോക്കറ്റ് നിനക്ക് രക്ഷിക്കുക. അതാണ് ആ വാക്കിൻ്റെ ഉദ്ദേശം. എന്നതുപോലെ ഒരു നിഷ്കളങ്കനായ ഒരു ശിശുവായ ഒരാളെ പോലും മാത്രമല്ല, ചില ക്രിട്ടിക്കൽ മെൻറ്റാലിറ്റിയുടെ ദിവസം വായിക്കണം. എബ്രായ ലേഖനം പൗലോസാണ് എഴുതിയത് എന്നുള്ളത് എന്തെങ്കിലും ഞാൻ വിശദമായിട്ട് ക്ലാരിഫൈ ചെയ്യാം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആദ്യജാതൻ എന്ന് പറയുന്നത് പുത്രനും പുത്രന്മാരിൽ ആദ്യനുമാണ്. ഹലോ, പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജനിപ്പിക്കപ്പെട്ടത്. അപ്പോൾ പുത്രൻ എപ്പോഴും ഒരു പിതാവുണ്ട്. പുത്രൻ ജനിച്ചാൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ആദ്യജാതൻ എന്ന വാക്കിൻ്റെ അകത്ത് ജാതൻ, സൂനു, ഉളവായവൻ അല്ലേ? വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നത് ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം കൂടെ നമ്മൾ ഉരുവിടാറുണ്ട്. ചുമ്മാ അത് ഉരുവിടല്ല. നെവർ ഗോ ഫോർ ജസ്റ്റ് ലൈക്ക് എ ചാൻഡിങ്. അതല്ല വേണ്ടത്. ചിന്തിക്കണം, എന്താ ഈ ഉരുവിടുന്നത്? വാട്ട് ഈസ് അവർ ഫൗണ്ടേഷണൽ ബേസ്? വാട്ട് ഈസ് അവർ കൺഫെഷണൽ ഫൗണ്ടേഷൻ? ചിന്തിക്കണം. ജനിച്ചവനാണ്, പക്ഷേ സൃഷ്ടിയല്ല. ജനിച്ചത് കൊണ്ട് താഴ്ചയല്ല ഉണ്ടാകുന്നത്, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. യേശു കർത്താവ് ജനിച്ചവനാണ്. യേശു കർത്താവ് താഴ്ചയുള്ളവൻ അല്ല ആയിരുന്നു, അല്ല ഇപ്പോൾ. ഇടയിലൊരു പീരീഡിൽ കർത്താവിനെ നമ്മൾ താഴ്ചയുള്ളവനായി കാണുന്നുണ്ട്. ഒരു ഇൻട്രീം പീരീഡ്, താൽക്കാലിക സമയത്തേക്ക്. ഇവിടെ ആദ്യജാതൻ എന്ന പദം ആദ്യമായി ദൈവത്തിൽ നിന്ന് ജനിച്ചത് യേശു ക്രിസ്തുവാണ്, അല്ലെ ക്രിസ്തുവാണ്. അത് വളരെ വ്യക്തമായി നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട്. ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ യെശയ്യാ പ്രവാചകം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ശിശു എന്നുള്ളൊരു താഴ്ചയുള്ള ഒരു പദവും അതിനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനപ്പേരുമാണ് പുത്രൻ. പുത്രൻ, മകൻ എന്നുള്ളത് അവകാശമാണ്. സന്തതി എന്ന് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു. സന്തതി. ജനിച്ച എല്ലാ ശിശുക്കളും മക്കളാണെങ്കിലും സന്തതി എന്ന തണ്ടപ്പേരിനൊത്ത് ജീവിച്ചിട്ടില്ല. ജനിച്ചവരിൽ ആദ്യജാതന്മാർ ഉണ്ടെങ്കിലും എല്ലാവരും ആദ്യജാതൻ എന്ന പദവിയിലേക്ക് വന്നിട്ടില്ല. എല്ലാം കൺഫ്യൂസിങ് ആയിരിക്കാം. ശ്രദ്ധിക്കൂ, ആദ്യജാതൻ എന്നുള്ളത് ഒന്നാമത് ഗർഭത്തിൽ നിന്ന്, മെട്രിക്സിൽ നിന്ന് ഒന്നാമത് പുറത്തു വന്നതുകൊണ്ട് കിട്ടുന്നൊരു പേര് മാത്രമല്ല. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൻ്റെ ഉത്തരവാദിത്തം എടുത്ത്, അപ്പൻ്റെ സ്വഭാവ ഗുണം കാണിച്ച്, അപ്പൻ്റെ ദർശനത്തിൽ കൂടി അപ്പൻ്റെ ദൗത്യത്തിലേക്ക് കടന്ന് അപ്പൻ ആഗ്രഹിക്കുന്നത് അപ്പൻ ചെയ്യുന്നത് പോലെയോ അതിനുപരിയായോ ചെയ്ത് നിവർത്തീകരിക്കുന്നവനാണ് ആദ്യജാതൻ എന്ന പദവിയിൽ വരുന്നത്. മറ്റവൻ ജനിച്ചവനാണ്. ലുക്ക് അറ്റ് ഇസ്മായേൽ, ആദ്യജാതൻ. ലുക്ക് അറ്റ് ഏശാവിനെ നോക്ക്, ആദ്യജാതനാണ്. പക്ഷെ ആദ്യജാതൻ എന്ന ദൈവിക പദവിയിൽ അവർ വന്നില്ല.
കായിനെ നോക്ക്, ആദ്യ ജാതനാണ്. അമ്മ പോലും പറഞ്ഞു, ദൈവത്തിൽ നിന്ന് എനിക്കൊരു സന്തതി ലഭിച്ചു. എന്തിനാ? പാമ്പിൻ്റെ തലയെ തകർക്കാൻ. പക്ഷെ അവൻ തകർത്തത് ഏബേലിൻ്റെ തലയാണ്. അവൻ ജന്മത്തിലാദ്യാതൻ, തീരുമാനത്തിലും കർമ്മത്തിലും ഉത്തരവാദിത്തത്തിലും അക്കൗണ്ടബിലിറ്റിയിലും അവൻ ഏറ്റവും ഒടുക്കത്തവനായിപ്പോയി. പിശാചിൻ്റെ സന്തതി, ദുഷ്ടനിൽ നിന്ന് ജനിച്ചവനെന്നൊക്കെയാണ് കായിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നീ ആദ്യാതനായ നിൻ്റെ വീട്ടിൽ പിറന്നെങ്കിൽ ആത്മീകമായിട്ടോ ജഡികമായിട്ടോ അതിന് കർത്താവിന് നന്ദി പറയണം. പക്ഷെ അതിലൊരു ഉത്തരവാദിത്തമുണ്ട്. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. യേശു കർത്താവിനെ പറ്റി പറയുന്നു, അവൻ ഭൂമിയിൽ രണ്ടാമത് പ്രവേശിക്കുമ്പോൾ പിതാവിന് ചില ഇഷ്ടങ്ങളുണ്ടായി, ചില നിർബന്ധങ്ങളുണ്ടായി. അതിൻ്റെ അർത്ഥം പിതാവിൻ്റെ നിർബന്ധ പരിപാടികൾക്ക് യോഗ്യനാണ് ഈ പുത്രൻ. സാധാരണ പുത്രനൊന്നുമല്ല ഇത് പിതാവിൻ്റെ ചങ്ക. സ്വോത്രം അല്ലേ? 140 ലക്ഷം ജനം, അവരുടെ കഴുതകളും ആടുകളും കാളകളും കോലാടുകളും മുട്ടാടുകളും കരയുന്ന കുഞ്ഞുങ്ങളും പടുകിളവന്മാരുമായിട്ടൊക്കെ മിശ്രയും നിറങ്ങിയപ്പോൾ എന്തോരം പൊടി പറന്ന് കാണും അല്ലേ? രാത്രിയിലാണെങ്കിലും രാത്രിയിൽ കാണുന്ന മൃഗങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നമാണ്. ശബ്ദവും ആലയും വിളിയും ഒന്നുമല്ല, ചുമ്മാ ചവിട്ടി നടന്നാൽ തന്നെ എന്തൊരു ബഹളമാണ്. പക്ഷെ ദൈവത്തിന് നിർബന്ധമായിരുന്നു, തൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഒരു നായ് പോലും കുരയ്ക്കാൻ പാടില്ല, മുരളാൻ പോലും പാടില്ല. നിർബന്ധമാണ്. പിടിയിടുന്നുണ്ടോ? എന്താ ദൈവമേ ഒരു നായ് മുരണ്ടാൽ? എടാ, നായ് പോലെ ഒരു ഈച്ച പോലും അലങ്ങല. കാര്യം ഞാൻ അവരെ ഇറക്കിക്കൊണ്ടുവരിക. നിർബന്ധമാണ്, ദൈവത്തിന് മാൻഡേറ്ററിയാ. സ്വോത്രം. നീ ഇപ്പോൾ ആയിരിക്കുന്ന പ്രശ്നത്തിൽ, ഇരുമ്പ് നുഖത്തിൽ, ഫറവോന്റെ ചങ്ങലകളിൽ, ഫറവോനെ പോലെ നിന്നെ അധിനിവേശം ചെയ്തിരിക്കുന്ന ശക്തികളുടെ കീഴിൽ നിന്ന് ദൈവത്തിൽ ആശ്രയിച്ച് കുഞ്ഞാടിന്റെ ചൊരത്തളി ആചരിച്ച് പുറത്തു വരുവാൻ വിശ്വാസം നിൽക്കുന്ന നീ പുറത്തു വരുമ്പോൾ ഓഫ് കോഴ്സ് ഒരു നായ് പോലും നാവനക്കരുതെന്ന് നിന്റെ ദൈവത്തിന് നിർബന്ധമുണ്ട്. നിന്റെ സ്ഥിതി മാറത്തില്ല. നീ അവിടെ തന്നെ ആയിപ്പോവും. നീ ഇങ്ങനെ ചത്തുപോകും, നീ ഇങ്ങനെ ഒതുങ്ങിപ്പോവും, നീ ആത്മഹത്യ ചെയ്യേണ്ടി വരും, നിരാശ നിന്നെ മൂടും. നോ. നീ രോഗിയായി മരിക്കേണ്ടി വരും. നോ. നീ കടഭാരം മാറത്തില്ല, കടഭാരത്താൽ നീ ചാവേണ്ടി വരും. നോ. നിന്നെ അവർ പുറത്തെടുക്കുന്നു. മാത്രമല്ല, നിന്നെ എതിർക്കുന്ന ഒന്നും പ്രകൃതിയാ, സ്വാഭാവികമായി എതിർക്കുന്നത് പോലും എതിർക്കാതിരിക്കേണ്ടതിന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഒരു നായ് പോലും നാവ് മുരളേണ്ടതിന് പോലും തുറക്കത്തില്ല. ആമേൻ. ഓക്കെ, ആദ്യാതിനെ പിന്നെയും പ്രവേശിപ്പിക്കുമ്പോൾ, ആദ്യാതിനെ എപ്പോഴാണ് അതിനു മുമ്പ് പ്രവേശിച്ചത്? നോക്കൂ, ഒന്നാം മനുഷ്യനായി നമ്മൾ ആദാമിനെ കാണുന്നു. ആദാമിന് വേണ്ടി ദൈവം ഭൂമിയും സ്വർഗങ്ങളും ഉളവാക്കിയതായി കാണുന്നു. കാരണം ആദാമിനെ ഉളവാക്കിയിട്ട് നിർമ്മിക്കുന്ന പരിപാടി ഇവിടെ നിർത്തിവെച്ചു. റൈറ്റ്? അപ്പോൾ ആദാമായിരുന്നു ദൈവത്തിൻ്റെ ഒരു രീതിയിൽ പറഞ്ഞാൽ പ്ലാൻ എയിലെ അവസാനത്തെ സൃഷ്ടി. ശരിയാണോ? അതിൻ്റെ അർത്ഥം ആദാമിന് വേണ്ടിയാണ് അതിന് മുമ്പുള്ള സൃഷ്ടികളെല്ലാം ദൈവം നിർമ്മിച്ചത്. പ്രൈസ് ഗോഡ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നീ കാണുന്ന ഈ പ്രകൃതി മുഴുവൻ ദൈവം നിനക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. നീ കാണുന്ന ഈ ഫ്ലോറ ആൻഡ് ഫോണ, വെജിറ്റേഷൻ ആൻഡ് ഈ കാറ്റിൽ വേൾഡ് ദൈവം നിനക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഈ കാറ്റ്, ഈ മഴ, ഈ മഞ്ഞ്, ഈ വെയില്, ഇത് മുഴുവൻ ദൈവം നിനക്ക് വേണ്ടി നിർമ്മിച്ചതാ. അന്റാർട്ടിക്കയും നിനക്ക് വേണ്ടി, സഹാറയും നിനക്ക് വേണ്ടി, ചിറാപുഞ്ചിയും നിനക്ക് വേണ്ടി, എവറസ്റ്റും നിനക്ക് വേണ്ടി, സ്തോത്രം, ഡെഡ് സീയും നിനക്ക് വേണ്ടി, കാനിയൻസ് നിനക്ക് വേണ്ടി, സ്തോത്രം ചെയ്തേ, വെസ്റ്റേൺ ഗാർഡ്സ് നിനക്ക് വേണ്ടി, ചെറായ് ബീച്ച് നിനക്ക് വേണ്ടി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ബാക്ക് വാട്ടേഴ്സ് നിനക്ക് വേണ്ടി, ഫ്ലോയിങ് വാട്ടേഴ്സ് നിനക്ക് വേണ്ടി, സ്വീറ്റ് വാട്ടേഴ്സ് നിനക്ക് വേണ്ടി, ബിറ്റർ വാട്ടേഴ്സ് നിനക്ക് വേണ്ടി, സാൾട്ടി വാട്ടേഴ്സ് നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നോട് ചേർന്ന് ദൈവം പരിപാടികൾ നിർത്തി വിശ്രമിച്ചു. എന്നിട്ട് എന്താണ് വിശ്രമം? ദൈവത്തിൻ്റെ കൂടെ നാം വസിക്കുക. അപ്പൊ ദൈവത്തിന് നമുക്കും ആഘോഷിക്കാൻ വേണ്ടിയാണ് ഈ കാണുന്ന മുഴുവനും. ഹലോ, ഒരു നല്ല ഹല്ലേലൂയ. എന്നാൽ ആഴത്തിൽ, മൂലഭാഷയിൽ, അതായത് ഹീബ്രു അരാമിക് ഭാഷയിൽ
നമ്മൾ ഉൽപ്പത്തി 1 സൃഷ്ടിപ്പിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ഉൽപ്പത്തി 2 ചേർത്ത് പഠിച്ചാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കർത്താവ് സൃഷ്ടിച്ചിട്ടുള്ളൂ. 3 മാത്രമേ 1-ാം അധ്യായത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൂ. മറ്റേതെല്ലാം ഏകദേശം റീഫർബിഷ് ചെയ്തു എന്ന് പറയുന്നത് പോലെ. ഇപ്പം നമ്മുടെ ഈ സാങ്ച്വറി കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷം കണ്ട് മുഴുവൻ റെനോവേറ്റ് ചെയ്തു. സ്റ്റേജ് എല്ലാം അല്ലേ, പെയിൻ്റൊക്കെ അടിച്ചെല്ലാം റെനോവേറ്റ് ചെയ്തു. ആ വേർഡാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും മിക്ക കേസുകളിലും കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 1-2 കേസ്. ഒന്നാം വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും റിനോവേറ്റ് ചെയ്തെന്നല്ല, സൃഷ്ടിച്ചു തന്നെയാണ്. 2, ദൈവം സമുദ്രത്തിൽ വലിയ തിമിംഗലങ്ങളെയും സമുദ്രത്തിലെ വലിയ ജീവികളെയും സൃഷ്ടിച്ചു എന്നാണ്. 3, ഉൽപ്പത്തി 1:24 നാം അങ്ങനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ 3 കാര്യമേ കർത്താവ് സൃഷ്ടിച്ചു എന്ന് എഴുതിയിട്ടുള്ളൂ. ബാക്കി കാണുന്ന ആകാശം, വിധാനം, മുകളിലത്തെ വെള്ളം, താഴത്തെ വെള്ളം, കര, കടൽ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇത് മുഴുവനും റിനോവേറ്റ് ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്. ആമേൻ. നമ്മൾ അങ്ങനെ പഠിച്ചു പോയാൽ എന്തെങ്കിലും ഇല്ലാതെ എങ്ങനെ റിനോവേറ്റ് ചെയ്യും? അപ്പോൾ എന്തോ അതിനു മുമ്പ് ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി 1:2 കാണുന്നു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിനുമീത് ഇരുൾ ഉണ്ടായിരുന്നു, വെള്ളത്തിനുമീത് ദൈവത്തിൻ്റെ ആത്മാ പരിവർത്തിച്ചു. ശ്രദ്ധിച്ചിട്ടെ, വെള്ളം എപ്പോഴുണ്ടായി ആരുണ്ടാക്കി? ഇരുൾ എപ്പോഴുണ്ടായി ആരുണ്ടാക്കി? ഇതിനൊന്നും അവിടെ മറുപടിയില്ല. ചോദ്യം, പാഴെങ്ങനെയായി, എപ്പോഴായി? മറുപടിയില്ല. ശൂന്യമായത് എപ്പോൾ, എങ്ങനെ? മറുപടിയില്ല. അങ്ങനെയാ വേദപുസ്തകം. ചിലതിനൊന്നും സ്ട്രെയിറ്റ് ഫോർവേഡ് മറുപടിയില്ല. ചിലതിനൊക്കെ ഉൽപ്പത്തിയിലെ മറുപടി ചിലപ്പം വെളിപ്പാടിലായിരിക്കും. ചിലതിന് മറുപടിയേ കാണണമെന്നില്ല. കാരണം ദൈവത്തിൻ്റെ പുസ്തകം കൂടിയാണ്, ദൈവത്തിൻ്റെ സൗകര്യമാണ്. എങ്കിലും ആരായുന്ന രാജകീയ അഭിഷേകമുള്ള നീ ആരാഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ശൂന്യമായി തീരേണ്ടതിനോ ശൂന്യമായ ഒരു ഭൂമിയെയോ അല്ല ദൈവം നിർമ്മിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയും നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഭൂമിയും മനുഷ്യന് ഗുണം വരേണ്ട ഒരു ഭൂമിയുമാണ് ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് പറയാത്തത് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഗ്ലോറി, ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അതിനാൽ റീഫർബിഷ്മെന്റ് എന്നുള്ള ടേം കറക്റ്റ് ആണെങ്കിൽ, ഉളവാക്കി എന്നുള്ള ടേം കറക്റ്റ് ആണെങ്കിൽ, നിർമ്മിച്ചു എന്നുള്ള ടേം കറക്റ്റ് ആണെങ്കിൽ, വിളിച്ചു വരുത്തി എന്നുള്ള ടേം കറക്റ്റ് ആണെങ്കിൽ, സൃഷ്ടിക്കപ്പെട്ട ഭൂമി പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ അവിടെ എന്തോ സംഭവിച്ചിരിക്കാം. അത് നിമിത്തം അവിടെ ഒരു ശൂന്യത, പാഴ്, ഇരുട്ട് ഒക്കെ വന്നു. ഭൂമിയെ വെള്ളം മൂടി. സയൻസ് ഏകദേശം ഇതുമായി ചേർന്നും പോകുന്നുണ്ട്. എന്നാൽ സയൻസ് എൻഡോസ് ചെയ്യുന്നത് കൊണ്ട് വചനത്തെ അങ്ങനെ വ്യാഖ്യാനിക്കണമെന്നുമില്ല. അതിനെക്കകത്ത് റീഫർബിഷ് ചെയ്തു, ആദമിനെ സൃഷ്ടിച്ചു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. സൃഷ്ടിക്കപ്പെട്ട ആദാമിൽ നമ്മൾ കാണുന്നത്, ലൂക്കോസ് സുവിശേഷത്തിൽ വൈദ്യനായ ലൂക്കോസ് എഴുതിയിരിക്കുന്നു, ആദാമിൻ്റെ DNA ദൈവത്തിൻ്റെ DNA ആയിരുന്നു. ആദാമിൻ്റെ ജീനോം കോഡ് ദൈവത്തിൻ്റെ ജീനോം കോഡായിരുന്നു. ആദാമിൻ്റെ സ്വരൂപം ദൈവത്തിൻ്റെതായിരുന്നു. ആദാമിൻ്റെ സാദൃശ്യം ദൈവത്തിൻ്റെതായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. എബ്രായ ലേഖനത്തിൽ നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത്, അല്ലെങ്കിൽ തുടർന്ന് വായിക്കുമ്പോൾ, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും ദൈവത്തെ സമ്പൂർണമായും ദേഹരൂപത്തിൽ വെളിപ്പെടുത്തിയവനും ദൈവത്തിൻ്റെ മകനാണ്, യേശുക്രിസ്തു ആണെന്ന് കാണുന്നു. പ്രൈസ് ഗോഡ്. ചേർത്ത് പഠിച്ചേ. അദൃശ്യനായ ദൈവം, ഒരു നാളും കാണാൻ കഴിയാത്ത ഒരു അൺസീൻ വേൾഡിൽ ജീവിക്കുന്ന ദൈവം. തിമത്തിയോസ് അത് എഴുതിയിട്ടുണ്ട്. തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനും. 3 ടൈം. ഒന്ന് അടുത്തു കൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കും. ഒന്നും കാണത്തില്ല. പിന്നെ
ഇരുട്ടുകൊണ്ട് മാത്രമല്ല, വെളിച്ചം കൂടിയാലും ഒന്നും കാണാതാവും. ഐ ഹാവ് എക്സ്പീരിയൻസ് ദിസ്. ഈ ലാസ്റ്റ് ഒരു 5-6 മാസം മുമ്പ് ഞാനത് അനുഭവിച്ചു. വെളിച്ചം കൂടിയാലും കാണാൻ കഴിയത്തില്ല. സൂര്യൻ അങ്ങനെ പ്രഭയോടെ വന്നാൽ കണ്ണ് മഞ്ഞിച്ച് ഒന്നും കാണാനൊക്കത്തില്ല. അവൻ അടുത്തുകൂടാത്ത വെളിച്ചം. ആരാ? ദൈവം. അവൻ അടുത്തുകൂടാത്ത വെളിച്ചം വസിക്കുന്നു, ആരും കണ്ടിട്ടില്ലാത്തവൻ. ദാറ്റ് മീൻസ് നോ മാൻ. ഇത് പുതുനിയമത്തിൽ എഴുതിയിരിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് അണ്ടിൽ ദെൻ നോ മാൻ ഹാസ് എവർ സീൻ ഗോഡ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അടുത്ത ആർക്കും ഒരു നാളും കാണാനും കഴിയത്തില്ല. ദാറ്റ് മീൻസ് ഈവൻ ഇൻ ദ ഇറ്റേണിറ്റി ടു കം, വരാനിരിക്കുന്ന നിത്യതയിലും നമുക്ക് കർത്താവിനെ, പിതാവിനെ ശരിയായി കാണുവാൻ കഴിയത്തില്ല. ഗ്ലോറി, കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ തന്നെ എഴുതിയിരിക്കുന്നു, അവൻ്റെ പുത്രൻ ആ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാം മകനായി നമ്മൾ കാണുന്നത് ആദാമിനെയാണ്. വൈദ്യനായ ലൂക്കോസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആദാം ദൈവത്തിൻ്റെ മകൻ. ആദാമിൻ്റെ മേൽ ദൈവം തേജസ്സിനെ വാരി ചുറ്റിയിരുന്നു, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരുന്നു എന്നൊക്കെ കാണുന്നു. അല്പം താഴ്ചയുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടെങ്കിലും സകല കൈവേലകളും സ്വർഗീയമായതും ഭൗമികമായതും ആദാമിനെ ബഹുമാനിക്കേണ്ടതിന് ദൈവം തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു എന്ന് 8-ാം അധ്യായം സങ്കീർത്തനത്തിൽ കാണും. അതിൻ്റെ അർത്ഥം ആദാമിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രവേശനം അങ്ങനെയാണെങ്കിൽ ആദാം തന്നെ ആയിരിക്കും. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പത്രോസിന്റെ ലേഖനങ്ങൾ, എബ്രായ ലേഖനങ്ങൾ വായിച്ചാൽ മതി. അവരിൽ വസിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ്. കണ്ടോ? അപ്പോൾ മലാക്കി മുതൽ പുറകോട്ടുള്ള എല്ലാ പ്രവാചകന്മാരിലും, ശദക്യാവ് മുതൽ പുറകോട്ടുള്ള എല്ലാ രാജാക്കന്മാരിലും, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, സാദോക്ക് മുതൽ പുറകോട്ട് ഉണ്ടായിരുന്ന എല്ലാ പുരോഹിതന്മാരിലും, ഏലി മുതൽ ശമൂവേൽ മുതൽ പുറകോട്ടുള്ള എല്ലാ ന്യായാധിപന്മാരിലും വസിച്ചിരുന്ന ആത്മാവ് ആരുടെ ആത്മാവാ? ക്രിസ്തുവിൻ്റെ, മശിഹായുടെ, അഭിഷിക്തന്റെ ആത്മാവ്. ആമേൻ. പിതാവാം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതും പിതാവാം ദൈവം ക്രിസ്തുവായിട്ട് കാണുന്നതുമായ ഒറ്റ ആത്മാവേ ഉള്ളൂ. അത് യേശുവായുടെ ആത്മാവാണ്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പഴയ നിയമ അഭിഷിക്ത ഗണങ്ങളെ ആത്മാവിൽ മുന്നോട്ട് നയിച്ചിരുന്നത്. അപ്പൊ ഒന്നാം പ്രവേശനം, ഒന്നാം സീരീസായ ആദാമിൽ നമ്മൾ കാണുന്നു. രണ്ടാം പ്രവേശനം, പിന്നെയുമുള്ള പ്രവേശനം, ഒടുക്കത്തെ സീരീസ് ആകുന്ന യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നു. ഇതിൻ്റെ ഇടയിലോ ഇതിൻ്റെ മുൻപിലോ ഇതിൻ്റെ പിൻപിലോ മറ്റൊരു മനുഷ്യ സീരീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം വരെ. ഒന്നാം സീരീസ് ആദാം മുതൽ മുന്നോട്ട് ജനിക്കാനിരിക്കുന്ന മനുഷ്യർ വരെ ജഡത്തിൽ ജനിക്കുന്ന എല്ലാവരും ആദാമിൻ്റെ മക്കളാണ്. ആമേൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ജനിച്ച്, ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നതിനു ശേഷം അവൻ്റെ അടക്കത്തിൽ, മരണത്തിൽ, അടക്കത്തിൽ, സങ്കടത്തിൽ, മരണത്തിൽ, അടക്കത്തിൽ, ഉയർപ്പിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു ജന്മം കൂടി കർത്താവ് കൊടുത്തു. പുതുതായ ജന്മം, വീണ്ടും ജനനം, രണ്ടാം ജന്മം. നിക്കോദീമോസുള്ള വിഷയത്തിൽ കർത്താവ് യോഹന്നാൻ അപ്പോസ്തലന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത്, ഒരു പ്രാവശ്യം കൂടെ നീ ജനിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ? വെള്ളത്താലും ആത്മാവിനാലും. സ്തോത്രം, പ്രൈസ് ഗോഡ്. ആദാം ജനിച്ചത് എങ്ങനെയാ? ഇങ്ങനെ തന്നെയാ. വെള്ളം എവിടെയായിരുന്നു പാസ്റ്ററെ? ദൈവം ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് രൂപമുണ്ടാക്കേണ്ടതിന് കുഴച്ചപ്പോൾ വെള്ളമാണ് ചേർത്തത്. മനുഷ്യശരീരത്തിൽ കൊണ്ട് 70% വെള്ളമാണ് ഇന്നും. അപ്പോൾ ആത്മാവോ അവനവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി, അവൻ ജീവനുള്ള ഊതിയതാണ് റൂഹാക്ക്, ആത്മാവ്, വിൻഡ്, കാറ്റ്. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ എന്തുകൊണ്ടാണ് പുതിയൊരു ആദാം വരേണ്ടി വന്നത്, ഒടുക്കത്തെ ആദാം വരേണ്ടി വന്നത്? ഒന്നാം ആദാം ദൈവത്താൽ തേജസ്സിൽ കാര്യങ്ങൾ ചെയ്യേണ്ടവൻ എന്നിരിക്കെ അവൻ വീണുപോയി. അവൻ താഴ്ചയുള്ളവനായി. സൃഷ്ടിപ്പിൽ മാത്രമല്ല, പ്രവൃത്തിയിലും പുത്രത്വത്തിൽ നിന്ന് വീണുപോയി. ഏശാവ് വീണതുപോലെ, ഇസ്മായേൽ വീണതുപോലെ, കായിൻ വീണതുപോലെ, നിമ്രോദ് വീണതുപോലെ, ഹാം വീണതുപോലെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജന്മം കൊണ്ട് ഇവരെല്ലാം ആദ്യജാതന്മാരാണ്. എന്നാൽ കർമ്മം കൊണ്ടോ
തീരുമാനം കൊണ്ടോ, സ്വഭാവം കൊണ്ടോ, പ്രകൃതി കൊണ്ടോ, ഉത്തരവാദിത്വം കൊണ്ടോ, അക്കൗണ്ടബിലിറ്റി കൊണ്ടോ ഇവരാരും ആദ്യജാതന്മാരല്ല. റൂബനേ, നീ എൻ്റെ ആദ്യജാതൻ, വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ ശ്രേഷ്ഠനാകത്തില്ല. എന്താ വാക്കിന്റെ അർത്ഥം? എടാ കൊച്ചേ റൂബനെ, നീ എൻ്റെ ആദ്യജാതനാടാ, നിനക്കാ എൻ്റെ മുഴുവൻ അവകാശവും. പക്ഷെ നിനക്കൊരു സ്വഭാവമുണ്ട്, നീ വെള്ളം പോലെ ഇങ്ങോട്ടും അങ്ങോട്ടും തുളുമ്പുന്നവനാണ്. നീ അപ്പനെ പോലെ സോളിഡ് റോക്കായി നിൽക്കാത്തവനാണ്. നിനക്ക് നല്ല തീരുമാനമുണ്ട്, പ്രവൃത്തിയിൽ വരത്തില്ല. നിനക്ക് നല്ല വാക്കുകളുണ്ട്, പലപ്പോഴും ജീവിതത്തിൽ കാണത്തില്ല. നിനക്ക് നല്ല ഉടമ്പടിയുണ്ട് കുഞ്ഞെ, അത് പൂർത്തീകരിക്കാൻ നീ ബന്ധപ്പെടുകയാണ്. ഞാൻ നിന്നെ എണ്ണി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നീ ആദ്യജാതനാണ്, പക്ഷേ അതിൻ്റെ അവകാശം പ്രാപിപ്പാൻ കഴിയാത്തതുപോലെ അകന്നകന്ന് നിൽക്കുന്നു. സ്വതന്ത്രം സ്വതന്ത്രം. അപ്പം നമ്മുടെ ചിന്തയും വാക്കുകളും തീരുമാനവും പ്രവൃത്തിയും ഒന്നായിരിക്കണം. അഭിഷേകത്തിന് പ്രാർത്ഥിച്ച് ഓർക്കുന്നുണ്ടോ? എൻ്റെ വായിൻ വാക്കുകളും എൻ്റെ ഹൃദയ വിചാരങ്ങളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. നമുക്ക് ചേർത്ത് പറയാം, എൻ്റെ ഹൃദയ വിചാരങ്ങളും എൻ്റെ വായിൻ വാക്കുകളും എൻ്റെ തീരുമാനങ്ങളും എൻ്റെ പ്രവൃത്തികളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. അത് നമ്മൾ കാണുന്നത് ഒന്നാമത്തെ പ്രവേശനത്തിൽ ജനിച്ച ആരിലും ഇത് കാണുന്നില്ല. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ആ ഒന്നാം ജന്മത്തിലാണ് നമ്മളും ജനിച്ചത്. ദൈവത്തിൻ്റെ മഹാകരുണ കൃപമേൽ കൃപ വന്നപ്പോൾ രണ്ടാമത്തെ പ്രവേശനത്തിൽ നമുക്കൊരു അവകാശമുണ്ടായി. എപ്പോഴാ? ഒന്നാമത്തെ ആദാമിൽ നിന്ന് ജനിച്ച നമ്മൾ ഒടുക്കത്തെ ആദാമിൽ ജനിക്കുവാൻ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ പിന്നെയും ഒരു പ്രാവശ്യം കൂടെ പ്രവേശിക്കുവാൻ നമുക്ക് അവസരമുണ്ടായി. സമയമായി. ഞാൻ അധികം മുന്നോട്ട് പോകത്തില്ല, അതിന് കാരണമുണ്ട്. അത് ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാനിത് വേദവസ്തു വായിച്ചപ്പോൾ കർത്താവ് എനിക്കിത് വെളിപ്പെടുത്തിയപ്പോൾ ഉള്ളു തുറന്ന് നൃത്തം ചെയ്തതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ എനിക്ക് നോട്ടിംഗ്ഹാമിൽ വെച്ച് ആരോട് പറഞ്ഞു, ഞാൻ ഈ വേദം വായിക്കുമ്പോൾ പലപ്പോഴും ബോറാവും. പല കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ അടുത്ത് തോന്നി ചോദിക്കേണ്ട, പാസ്റ്റർ എങ്ങനെ ഇത്രയും ഈ വേദപുസ്തകം വായിച്ച് ഇങ്ങനെ എക്സൈറ്റഡ് ആകുന്നത്? ഞാൻ വായിക്കും മിക്കവാറും ബോറിംഗ് ആവും. എന്നോട് എല്ലായ്പ്പോഴും ഒന്നും ദൈവം സംസാരിക്കാറില്ല. ദൈവം സംസാരിക്കാത്ത നീണ്ട ദിനങ്ങൾ വരാറുണ്ട്. പക്ഷേ ദൈവം ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എവിടെ നിന്നും കേൾക്കാത്ത കാര്യങ്ങൾ, അത് വ്യക്തിപരമായി പേഴ്സണലൈസ് ചെയ്ത് അവ നമ്മളോട് ഇടപെടുമ്പോൾ നമുക്ക് തുള്ളിച്ചടാതിരിക്കാൻ നോക്കൂ. ഡു യു ഹാവ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫീലിംഗ്? ഇല്ല, ഇന്ന് അനോയിന്റിങ് ഏറ്റെടുത്തു. ഈ വചനം നിന്നെ വായിക്കും. നീ ബൈബിൾ വായിക്കുമ്പോൾ ഈ വചനം നിന്നെ വായിക്കും. നീ ബൈബിളിനോട് ചോദ്യം ചോദിക്കുമ്പോൾ ഈ ബൈബിൾ നിന്നോട് ഉത്തരം പറയും. നീ പ്രശ്നം അങ്ങോട്ട് വെക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് പരിഹാരം തരും. ഗ്ലോറി, ഹല്ലേലൂയ. ഈ വാക്യം, ആറാമത്തെ വാക്യം, യേശു ക്രിസ്തുവിനോട് മാത്രമായി ചേർക്കേണ്ട, പേഴ്സണലൈസ് ചെയ്യേണ്ട ഒരു വാക്യമാണ്. ഒന്നുകൂടെ ആറാം വാക്യം ഒന്ന് വായിച്ചേ നിങ്ങൾ. യേശു ക്രിസ്തുവിനെ എന്ന് വായിക്കാം. യേശു ക്രിസ്തുവിനെ പിന്നെയും ഭൂമിയിൽ മനുഷ്യരാശിയിലേക്ക് മനുഷ്യനാകേണ്ടതിന് പിന്നെയും പ്രവേശിപ്പിക്കുമ്പോൾ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. സ്വർഗീയമായത് മുഴുവനും, സ്വർഗീയമായതിൻ്റെ കീഴിലാണ് ഭൗമികമായത്, ഭൗമികമായതിൻ്റെ കീഴിലാണ് പൈശാചികമായത്. ഗ്ലോറി എന്ന് പറഞ്ഞാൽ ദൈവമനുഷ്യനല്ലെങ്കിൽ പോലും വെറും ഒരു സാധാരണ ദൈവമില്ലാത്ത മനുഷ്യനായിക്കൊള്ളട്ടെ, അവൻ പറയുക എനിക്കൊരു ഭൂതത്തെയും പേടിയില്ല എന്ന് പറഞ്ഞാൽ, ഭൂതം കൊണ്ടേ കാണട്ടെന്ന് പറഞ്ഞാൽ ഒരു ഭൂതവും അവൻ്റെ മുമ്പിൽ വെളിപ്പെടത്തില്ല. എന്തുകൊണ്ടാണ് കാര്യം? അവന് പേടിയില്ല. പേടിയുള്ളവരും തെറ്റായ വിശ്വാസമുള്ളവർക്കുമാണ് ഭൂതം വെളിപ്പെടുന്നത്. പ്രൈസ് ഗോഡ്, ആമേൻ. അവിടെ ഞാൻ പറഞ്ഞ ഭൂമിയെക്കാട്ടും താഴെയാണ് പൈശാചിക മണ്ഡലം. ഇവിടെ പറയുന്നു സ്വർഗീയ ദൂതന്മാർ അവനെ, ഹൈ റാങ്ക് ഹോൾഡേഴ്സ് എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ, ഞാൻ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ചില ജാർഗൺസ് ഒക്കെ ആയിട്ട്, എന്തുവാ ഇത്, ഒരു പിടിയും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ആദ്യം
സന്ദേശം 1, 2, 3 സന്ദേശം കഴിഞ്ഞാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് കേട്ടോ. എനിക്കറിയാവുന്നതൊക്കെ ഞാനങ്ങ് പറഞ്ഞു. ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ നോക്കിയപ്പോൾ ഒരു വേർഡ് എനിക്ക് കിട്ടി. സല്യൂട്ട്, നമസ്കാരം, ഇംഗ്ലീഷിൽ സല്യൂട്ട്. ഈ ഫോഴ്സിൽ, മിലിറ്ററി, ആർമി, എയർഫോഴ്സ്, അങ്ങനെയുള്ള ഫോഴ്സിൽ, പോലീസ് ഫോഴ്സിൽ ചില നിർബന്ധ സല്യൂട്ട്സ് ഉണ്ട്. ആമേൻ. ഇതൊരു നിർബന്ധ സല്യൂട്ടാ അല്ലേ? മാൻഡേറ്ററി സല്യൂട്ട്. ഇതെപ്പോഴാണെന്നറിയോ? നോർമൽ റാങ്കിൽ നിൽക്കുന്ന ഒരുത്തനെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോൾ, നോർമൽ റാങ്കിൽ നിൽക്കുന്ന ഒരുത്തനെ ഒരു മിലിറ്ററി ഓഫീസേഴ്സ് പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോൾ, അവൻ ആദ്യം ആ ഡിപ്പാർട്ട്മെന്റ് മുഴുവനും നിർബന്ധമായും സല്യൂട്ട് ചെയ്തിരിക്കണം. ആമേൻ. പിടിയോ? ഉദാഹരണമായിട്ട് ആർമിയിൽ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അസിസ്റ്റന്റ് ചീഫോ അസിസ്റ്റന്റ് എയർ മാർഷലോ ഡെപ്യൂട്ടി എയർ മാർഷലോ ഒക്കെ ആയിരിക്കുന്ന ഒരാൾ, അല്ല ഡെപ്യൂട്ടി ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ ആയിരിക്കുന്ന ഒരാൾ ക്യാപ്റ്റനായി അവരോധിക്കപ്പെടുകയാണ്, ഉയർത്തപ്പെടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അതിന് താഴെയുള്ള മുഴുവൻ വൈസ് ക്യാപ്റ്റൻസും അതിൻ്റെ താഴെ 1000കണക്കിന് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളവരിൽ ചിലരെ, കോറം തികയേണ്ടെന്ന് ചിലരെ വിളിച്ചു നിർത്തി ഇദ്ദേഹത്തിനൊരു നിർബന്ധ മാൻഡേറ്ററി സല്യൂട്ട് കൊടുക്കും. ഇവരെല്ലാവരും ഇദ്ദേഹം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ അതിന് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ വെക്കുമ്പോൾ സല്യൂട്ട് ചെയ്യണം. ഇദ്ദേഹം ആ സല്യൂട്ട് അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യും. അന്ന് മുതൽ അദ്ദേഹം ഒഫീഷ്യലി ആ പുതിയ റോളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് അൺസീൻ വേൾഡിൽ നിന്ന്, അദൃശ്യ ലോകത്തിൽ നിന്ന്, ആത്മീക ലോകത്തിൽ നിന്ന് ഭൂതലത്തിലേക്ക് ജനിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ കൈകാലിട്ടടിക്കുന്ന, കരയുന്ന ഒരു ചെറിയ കുഞ്ഞ്. ആമേൻ. സ്വർഗം മുഴുവനും എഴുന്നേറ്റ് നിന്ന് ആ കുഞ്ഞിന് സല്യൂട്ട് കൊടുത്തു. കാരണം എന്താ? ഇവനാണ് ഇനി വാഴാൻ പോകുന്ന കുഞ്ഞ്. നിങ്ങൾക്ക് പിടിയോ? നിങ്ങൾക്ക് ഉത്സാഹം വരുന്നുണ്ടോ? നിങ്ങൾ ആരാധിക്കുന്നവൻ അനേക ആരാധ്യന്മാരുടെ ആരാധ്യനാണ്. നിങ്ങൾ ആരാധിക്കുന്നവൻ ദൈവങ്ങളുടെ ആരാധ്യനാണ്. The one who worship is the Elohim, Elohe of the Elohim. ദൈവങ്ങളുടെ ദൈവമാണവൻ. ഭൂമിയിൽ സോക്കോൾഡ് ദൈവങ്ങൾ ഉണ്ടെങ്കിൽ അവർ മുഴുവനും നമസ്കരിച്ചിട്ടുണ്ട്. അവർ മുഴുവനും നെടുമ്പാട് വീണ് ആരാധിച്ചിട്ടുണ്ട്. സകല പ്രധാന ദൂതന്മാരും, സകല ആർക്കേഞ്ചൽസും, സകല മൂപ്പന്മാരും, സകല ജീവികളും, സകല ദൂതന്മാരും, സ്വർഗത്തിന്റെ സകല സെലസ്റ്റിയൽ ബീയിങ്ങും കിരീടങ്ങളെ താഴിട്ട് സിംഹാസനത്തിൽ വീണ് ആ കുഞ്ഞാടിന്റെ മുൻപാകെ നെടുമ്പാട് വീട് കിടന്ന് പറയാണ്, കർത്താവേ, നീ ഞങ്ങളുടെ ആരാധ്യൻ. ഇത് പിതാവാൻ ദൈവം പറയാതെ തന്നെ അവർ ചെയ്യും. ചെയ്തേ പറ്റൂ. അവർ സ്വമനസാല ചെയ്യും. പക്ഷെ എന്നാലും കൈയടിച്ച് ചില കൽപ്പനകൾ പിതാവ് കൊടുക്കുകയാണ്. എൻ്റെ കുഞ്ഞ്, എൻ്റെ പുത്രൻ, എൻ്റെ ആര്യാതൻ അത് ഭൂതലത്തിലേക്ക് പിന്നെയും പ്രവേശിക്കുമ്പോൾ നിങ്ങൾ സകല ദൂതന്മാരും പ്രോട്ടോകോളാണ്, നിങ്ങൾ ആരാധിച്ചേ പറ്റൂ. നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ആരാധ്യൻ സ്വർഗത്തിന്റെ ആരാധ്യനാണ്. നമ്മൾ ആരാധിക്കുന്ന ആരാധ്യൻ ദൂതന്മാരുടെ ആരാധ്യനാണ്. നമ്മൾ ആരാധിക്കുന്ന ആരാധ്യൻ കർത്തൃത്വങ്ങളുടെയും സിംഹാസനങ്ങളുടെയും വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ആരാധ്യനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഇവിടെ കൊണ്ട് നിർത്താം. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഈ വഹിക്കുന്ന, നിങ്ങൾ ക്യാരി ചെയ്യുന്ന ഈ പിതൃ പുത്ര പരിശുദ്ധ റൂഹായാം ദൈവം, അതിൽ പരിശുദ്ധാത്മാവിനെയും പിതാവ് ദൈവത്തെ അല്പനേരത്തേക്ക്
എക്സ്പ്ലെയിൻ ചെയ്യാതെ, പുത്രനെ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക. പുത്രൻ ആരാധ്യനാണ്. നമ്മുടെ ആരോഗ്യം പുത്രനുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ആരോഗ്യം കൊണ്ട് അവനെ ആരാധിക്കുന്നത്. സകല ശക്തിയോടും നമ്മുടെ ബലം പുത്രനുള്ളതാണ്. പുത്രൻ തന്നതാണ് നമ്മുടെ ബലം. ആ മുഴുബലത്തോടു കൂടെ അവനെ ആരാധിക്കണം. നമ്മുടെ ആത്മാവ് പുത്രന്റെ ദാനമാണ്. നമ്മുടെ മുഴുവൻ ആത്മാവോടും കൂടെ അവനെ ആരാധിക്കണം. നമ്മുടെ സോൾ, നമ്മുടെ മനസ്സ് പുത്രൻ തന്നതാണ്. നല്ല മനസ്സ് എന്ന പുത്രനെ നമ്മൾ മുഴുവൻ മനസ്സോടെ അവനെ ആരാധിക്കണം. നമ്മുടെ ഫൈബർ, നമ്മുടെ ന്യൂറോൺസ് ഉള്ള ഹൃദയം ദൈവദാനമാണ്. അത് അടിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. അത് വർക്ക് ചെയ്യുന്ന ദൈവ കൃപയിലാണ്. നമ്മൾ മുഴുവൻ ഹൃദയത്തോടും അവനെ ആരാധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് വർഷിപ്പ് ലീഡേഴ്സിന്റെ എക്സോട്ടേഷൻ കൊണ്ടല്ല, പാട്ടിൽ അങ്ങനെ പാടാൻ കഴിഞ്ഞു എന്നതുകൊണ്ടല്ല, ഇതൊന്നുമില്ലേലും കർത്താവിനെ ആരാധിക്കണം. സാധാരണ ആരാധന വരാത്തൊരു പാട്ടാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. കാരണം എന്താ? കേട്ട് 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 നമ്മുടെ മെമ്മറി, മസിൽ മെമ്മറിയിൽ നിന്ന് നമ്മളങ്ങ് പാടും. നമുക്ക് അതിൻ്റെ വരി അറിയാം, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ എല്ലാം അറിയാം. പക്ഷേ എന്താ പാടുന്നത്? ദൈവമായ കർത്താവിൻ്റെ കൃപ, അതിൽ ഞാൻ ആശ്രയിച്ച്. ആ വരികൾ എന്ത് ശ്രേഷ്ഠമാണ് അല്ലേ? ദൈവകൃപയിൽ ആശ്രയിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ, എന്തെങ്കിലും സ്വീകരിക്കാനൊക്കെ, എന്തെങ്കിലും പ്രാപിക്കാനൊക്കെ, എന്തെങ്കിലും ചെയ്ത് തീർക്കാനൊക്കെ ഒന്നും ഒക്കത്തില്ല. കർത്താവിനെ ശ്രദ്ധിച്ചേ. നമ്മുടെ കണ്ണുകൾ കാണുന്നത്, എൻ്റെ കണ്ണ് കാണാതെ വന്നപ്പോഴേ മനസ്സിലായി കാഴ്ചയുടെ പവർ, കാഴ്ചയുടെ അധികാരം, കാഴ്ചയുടെ ശക്തി, കാഴ്ചയുടെ സ്വാധീനത. കാത് കേൾക്കാതെ വരുമ്പോഴേ കാതിൻ്റെ സ്വാധീനത, ശ്രവണത്തിൻ്റെ സ്വാധീനത അറിയത്തുള്ളൂ. മൂക്ക് മടക്കാതിരിക്കുമ്പോഴേ ഘ്രാണത്തിൻ്റെ, നശ്വത്യത്തിന്റെ സ്വാധീനത അറിയത്തുള്ളൂ. നാവ് രുചിക്കാതിരുന്നെങ്കിലേ നാവിന്റെ രുചിയുടെ ഗുണം അറിയത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. ബ്രെയിൻ, തലച്ചോറ് ചിന്തിക്കാതിരിക്കുമ്പോഴേ അതിന്റെ പ്രവർത്തനവും ഗുണവും സ്വാധീനവും നമ്മൾ അറിയത്തുള്ളൂ. കൈ അനങ്ങാതിരുന്നാലേ കൈ അനങ്ങുന്നതിന്റെ ഗുണം അറിയത്തുള്ളൂ. കാല് മൂവ് ചെയ്യാതിരുന്നാലേ കാലിന്റെ മൂവ്മെന്റ്സിന്റെ ഗുണം നമ്മൾ അറിയത്തുള്ളൂ. Let us be on our feet. Let us worship the Lord. കർത്താവിനൊക്കെ സ്തുതിച്ച് ആരാധിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം ദൈവത്തിനുള്ളത്, ബലം ദൈവത്തിനുള്ളത്, മനസ്സ് ദൈവത്തിനുള്ളത്, ആത്മാവ് ദൈവത്തിനുള്ളത്, ഹൃദയം ദൈവത്തിനുള്ളത്, നിങ്ങളുടെ